കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കുന്നത് ചെറിയ ഉള്ളി കൊണ്ടൊരു അച്ചാറാണ്. അതിന് ചെറിയ ഉള്ളി 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മുളക് പൊടി, അതായത് കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും, അല്പം കായം, പിന്നെ പിഴുപുളി, പിന്നെ ആവശ്യമായ എണ്ണ, കടുക് ഇതെല്ലാം വേണം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നല്ലെണ്ണ ചേർത്ത് കൊടുത്തു. നല്ലെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും, വെളുത്തുള്ളിയും, പച്ചമുളകും, കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വാടി വരുമ്പോൾ ഇതിനൊപ്പം നമുക്ക് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് വഴണ്ട് വരണം. ഉള്ളി നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പുളി പിഴിഞ്ഞ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചുവന്നുള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, അതേപോലെ ഹെൽത്തിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ചുവന്നുള്ളി വേണമെങ്കിൽ അരച്ച് ചേർക്കുകയും ചെയ്യാം. ഞാൻ പക്ഷേ ഇങ്ങനെയാണ് എനിക്കിഷ്ടം. ഇതേ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഓണത്തിൻ്റെ വെക്കേഷൻ എല്ലാവരും ചുവന്നുള്ളി അച്ചാർ ഉണ്ടാക്കി നോക്കിയാട്ടെ. നല്ല ടേസ്റ്റിയാണ്. ഓണ സദ്യയുടെ ഒപ്പം തന്നെ വിളമ്പാനും പറ്റും. കേടുകൂടാതിരിക്കും. നമ്മൾ നല്ലെണ്ണയും വേണമെങ്കിൽ അല്പം വിനാഗിരിയും കൂടെ ചേർക്കാം. ഞാൻ ചേർത്തില്ല, പുളി ചേർത്തുകൊണ്ട് ചേർത്തിട്ടില്ല. നല്ലെണ്ണ മാത്രം ഉപയോഗിച്ച് പിന്നെ തിളച്ച വെള്ളവും കൂടെ ചേർത്തു. അപ്പം കുറേ നാൾ കേടുകൂടാതിരിക്കും. ഒരാഴ്ച വെളിയിൽ വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെക്കുക.